ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ തേർഡ് പാർട്ടിലേക്ക് വരികയാണ്. സോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് ദറ്റ് ഈസ് അബൌട്ട് ഹൗ എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് ഫോംഡ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ദറ്റ് ഈസ് വെർണർ തിയറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് എൻറ്റിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ കുറച്ച് നോമൻക്ലേച്ചർ, നെയിമിംഗ് നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം ദറ്റ് ഈസ് അബൌട്ട് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ നമുക്ക് എങ്ങനെ നെയിം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഹൗ വി ക്യാൻ ഏബിൾ ടു നെയിം എ കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പം അതിൽ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇപ്പോൾ ഏതൊരു കോമ്പൗണ്ടിൻ്റെയും നെയിമിങ് എഴുതുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ യു ഡിസ്കസ് അബൌട്ട് NaCl എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിനെ കുറിച്ച് പറയുന്നത് വിചാരിക്കുക. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്നാണ് നമ്മൾ ഈ കോമ്പൗണ്ട് വിളിക്കുക അല്ലേ. സോ നമ്മൾ ഏതൊരു കോമ്പൗണ്ടിൻ്റെയും നെയിം ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോസിറ്റീവ് പാർട്ടിൻ്റെ പേര് പറയും, അത് കഴിഞ്ഞ് നമ്മൾ നെഗറ്റീവ് പാർട്ടിൻ്റെ പേര് പറയും. ഓക്കെ, സോ ഇവിടെ സോഡിയം എന്ന് പറയുന്നതാണ് പോസിറ്റീവ് പാർട്ട്. സോ സോഡിയം നമ്മൾ ആ അയോണിൻ്റെ പേര് പറയുന്നു. ദെൻ നമ്മൾ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ക്ലോറൈഡ് അയോൺ ആണ്. സോ ആ ക്ലോറൈഡ് അയോണിൻ്റെ പേര് പറയുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു കോമ്പൗണ്ടിൻ്റെയും നെയിം ചെയ്യുക, ആദ്യം പോസിറ്റീവ് ദെൻ നെഗറ്റീവ്. സോ സിമിലർലി നമ്മളൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നോമൻക്ലേച്ചർ പറയുക എന്നുള്ളതിന് IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഒരു നോമൻക്ലേച്ചർ സിസ്റ്റം നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് ഓർഗാനിക്കിലൊക്കെ നോമൻക്ലേച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ കേസിൽ ഒരു നോമൻക്ലേച്ചർ സിസ്റ്റം നമ്മൾ പറഞ്ഞു വെക്കുന്നു. സോ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു വെക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു കോമ്പൗണ്ട്, അതായത് അവിടെ കൊബാൾട്ട് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് NH3 നമുക്കറിയാം അമിനോ എന്ന് പറയുന്ന ലിഗാൻഡ് ആണ്. ഓക്കെ, സോ അമീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമിനോ എന്ന് പറയുന്ന ലിഗാൻഡ് ആണ് അവിടെ ആക്ട് ചെയ്യുക. അവിടെ 4 അമിനോ ലിഗാൻഡുകളുണ്ട്. ഒരു വാട്ടർ മോളിക്യൂള് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടായി നമ്മൾ അക്വ എന്നാണ് വിളിക്കുക. ലിഗാൻഡുമായിട്ട് വരുമ്പോൾ അക്വ എന്ന് പറയും. അതുപോലെ ഒരു ക്ലോറിൻ അവിടെ ഈ പറഞ്ഞതുപോലെ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കോർഡിനേഷൻ എൻറ്റിറ്റിയിൽ. സോ അതിന് നമ്മൾ വിളിക്കുക ക്ലോറിഡോ എന്നാണ് ലിഗാൻഡിനെ വിളിക്കുക. ക്ലോറിൻ ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ വി കോൾ ഇറ്റ് ആസ് വാട്ട് ക്ലോറിഡോ. ആൻഡ് 2 ക്ലോറിൻ ആറ്റങ്ങൾ ക്ലോറൈഡ് അയോൺസ് എവിടെയുണ്ട്, നമ്മുടെ അയോണൈസേഷൻ സ്ഫിയറിലുണ്ട്. ഇതാണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുക. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ഏതാണ് പോസിറ്റീവ് പാർട്ട് ഏതാണ് നെഗറ്റീവ് പാർട്ട് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, സോ പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കോർഡിനേഷൻ എൻറ്റിറ്റി ആണ് നമ്മുടെ പോസിറ്റീവ് പാർട്ട് ആയിട്ട് വരിക. നമ്മൾ ആദ്യം ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ പേര് പറയും, അതിനുശേഷം നമ്മൾ ഈ നെഗറ്റീവ് പാർട്ടിന്റെ പേര് പറയും. ഇതാണ് നമ്മൾ നോമൻക്ലേച്ചർ സിസ്റ്റം പറഞ്ഞു വെക്കുക, IUPAC നെയിമിംഗ് പറഞ്ഞു വെക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ പേര് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ലിഗാൻഡുകളുടെ പേര് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ പറയും. അപ്പൊ ഇവിടെ ഏതൊക്കെ ലിഗാൻഡുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്, ഈ പറഞ്ഞതുപോലെ അമീൻ എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ട്. അത് 4 അമീൻ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ അതിനെ ടെട്രാ അമീൻ എന്ന് പറയും. ഓക്കെ, ദെൻ ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് നമ്മൾ അക്വ എന്ന് പറഞ്ഞു വെക്കും. അതുപോലെ ഒരു ക്ലോറിൻ ഇവിടെ ലിഗാൻഡ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ വിളിക്കുക വി കോൾ ഇറ്റ് ആസ് വാട്ട് ക്ലോറിഡോ എന്നാണ്. പണ്ട് പഴയ നോമൻക്ലേച്ചർ നമ്മൾ ഇതിനെ ക്ലോറോ എന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ IUPAC ന്യൂ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഇതിനെ ക്ലോറിഡോ എന്നാണ് പറയുക. സോ ഈ 3 ലിഗാൻഡുകളുടെ പേരുകൾ നമ്മൾ ആദ്യം എഴുതും. അപ്പോൾ അതിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരിക ഏതാണ്, അമീൻ ആണ്. സോ അതുകൊണ്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് കോൾ ടെട്രാ അമീൻ. ഫൈൻ. ദെൻ എത്ര അക്വ ലിഗാൻഡുകളുണ്ട്, ഒരു അക്വയാണ്. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് കോൾ അക്വ. പിന്നെ സി വരുന്നതാണ് ക്ലോറിഡോ. സോ അക്വ. ദെൻ നെക്സ്റ്റ് പറയും നമ്മൾ വാട്ട് ഈസ് വാട്ട് കോൾ ക്ലോറിഡോ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ 3 ലിഗാൻഡുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇവിടെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽ ആറ്റമാണ്. നമുക്കറിയാം ഇവിടെ മെറ്റലായിട്ട് ആക്ട് ചെയ്യാനാണ് കൊബാൾട്ട് ആണ് ഇവിടെ ആക്ട് ചെയ്യുക മെറ്റലായിട്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് പാർട്ട് പറയുമ്പോൾ ആ മെറ്റലിന്റെ പേര് അതുപോലെ തന്നെ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് വാട്ട് കോൾ ടെട്രാ അമീൻ, അക്വ, ക്ലോറിഡോ, കൊബാൾട്ട്. ദെൻ നമ്മൾ ഈ പറഞ്ഞ മെറ്റലിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും ഒരു ബ്രാക്കറ്റിനുള്ളിലായിട്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു, അതായത് ഇവിടെ ക്ലോറിഡോ അല്ലെങ്കിൽ ക്ലോറിൻ പുറത്ത് അയോണൈസേഷൻ സ്ഫിയർ ഉള്ളത് 2 ക്ലോറൈഡ് അയോൺസ് ആണ്. അപ്പൊ ഇവിടെ ഒരു -1 വീതം 2 മൈനസ് ചാർജ് ഉണ്ടാവും.
അപ്പൊ ഈ പറയുന്ന നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് മൊത്തമായിട്ടുണ്ടാവുക എത്രയാണ്? ദാറ്റ് ഈസ് വാട്ട് യു കോൾ 2+ ചാർജ് ആണ്. ഇതില് അമിനോ എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്, അക്വ എന്ന് പറയുന്നത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്, ചാർജ് ഇല്ല. ആൻഡ് ക്ലോറിഡോ എന്ന് പറയുന്നത് -1 ചാർജ് ഉള്ള ലിഗാൻഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കൊബാൾട്ട് എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സ് -1 is equal to +2 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇറ്റ് ഈസ് വാട്ട് യു കോൾ എക്സ് is equal to 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് പറയും. ഇനി ഈ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുക ആക്ച്വലി റോമൻ ന്യൂമറലിലാണ് നമ്മൾ 3 ആഡ് ചെയ്യുക. നമ്മൾ സാധാരണ 3 എന്നല്ല എഴുതുക, റോമൻ ന്യൂമറിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ 3 ആഡ് ചെയ്യും. ഇതാണ് നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ പേര് പറയുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം നമ്മുടെ ലിഗാൻഡുകളുടെ പേര് പറയുക, പിന്നെ മെറ്റലിന്റെ പേര് പറയുക, ദെൻ ആ മെറ്റലിന്റെ കൂടെ മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണോ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ റോമൻ ന്യൂമറിൽ റെപ്രസെന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ പോസിറ്റീവ് പാർട്ട്, അതായത് നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി പോസിറ്റീവ് പാർട്ട് ആണെങ്കിൽ ആ നെയിമിങ് കംപ്ലീറ്റ് ആവും. ഇനി നമ്മുടെ നെഗറ്റീവ് പാർട്ടിൽ ഉള്ളത് ഏതാണ്? ഈ പറഞ്ഞതുപോലെ 2 ക്ലോറൈഡ് അയോൺസ് ആണ്. സോ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണ്? ക്ലോറൈഡ് ആണ് എന്ന് പറയും. അവിടെ നമ്മൾ ഡൈക്ലോറൈഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡൈക്ലോറൈഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ എത്ര ക്ലോറൈഡ് അയോൺസ് ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടിൽ എത്ര അയോണൈസേഷൻ സ്ഫിയറിൽ എത്ര അയോൺസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ് ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഈ കാണുന്നതാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് പറഞ്ഞു വെക്കുക. എന്താണത്? ടെട്രാമീൻ, അക്വ, ക്ലോറിഡോ, കൊബാൾട്ട്, 3 ക്ലോറൈഡ്. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? അതുപോലെ നമ്മൾ അടുത്തൊരു കോമ്പൗണ്ട് ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ കോമ്പൗണ്ട് ഇതാണെന്ന് വിചാരിക്കുക. അതായത് K3Al_C2O4 ത്രൈസ് എന്നൊരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കോമ്പൗണ്ടിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 പൊട്ടാസ്യം അയോൺസ് ഉണ്ട്. സോ പൊട്ടാസ്യം അയോൺസ് ഇവിടെ അയോണൈസേഷൻ സ്ഫിയറിലാണ്. പൊട്ടാസ്യം അയോൺസിന്റെ ചാർജ് വരിക +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ 3 പൊട്ടാസ്യം അയോൺസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി എന്നുള്ളതിന്റെ ഓവറോൾ ചാർജ് എന്ന് പറയുന്നതായിരിക്കും. ഇവിടെ 3+ ഉണ്ടെങ്കിൽ കൗണ്ടർ പാർട്ട് ആയിട്ട് 3- വരണം അല്ലെ? അതായത് ഇവിടെ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് പാർട്ട് ആണെന്ന് പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കോർഡിനേഷൻ സ്ഫിയർ എന്തായിരുന്നു? പോസിറ്റീവ് പാർട്ട് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കോർഡിനേഷൻ എൻറ്റിറ്റിക്കാണ് ആദ്യം പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്തിലേക്ക് വരും? ഈ പറഞ്ഞതുപോലെ നമ്മുടെ പോസിറ്റീവ് പാർട്ടിന്റെ പേര് പറയും. അതായത് ആദ്യം പോസിറ്റീവ് പാർട്ട് പറയും, ദെൻ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ പേര് നമ്മൾ പറയും. ഇവിടെ പോസിറ്റീവ് പാർട്ട് ആയിട്ട് വരിക ആരാണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ പൊട്ടാസ്യം ആണ്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് പാർട്ട് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് വാട്ട് യു കോൾ പൊട്ടാസ്യം എന്ന് വരും. ഫൈൻ. ഇനി നമ്മൾ നമ്മുടെ നെഗറ്റീവ് പാർട്ടിന് പേര് കൊടുക്കണം. അപ്പൊ നെഗറ്റീവ് പാർട്ടിന് പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലിഗാൻഡിന്റെ പേരാണ്. ഇവിടെ എത്ര ലിഗാൻഡുകളുണ്ട്? 3 ലിഗാൻഡുകളുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി 3 ലിഗാൻഡുകൾ നമുക്കറിയാം C2O4 എന്ന് പറയുന്ന ഓക്സലേറ്റോ ലിഗാൻഡ് ആണ്. നമ്മൾ അതിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? സോ നമ്മൾ പറയും ഇറ്റ് ഈസ് വാട്ട് യു കോൾ എന്താണ്? ട്രൈ ഓക്സലേറ്റോ. പിന്നെ നമ്മൾ നെഗറ്റീവ് പാർട്ടിന് പേര് കൊടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം മെറ്റലിന്റെ പേര് നമ്മൾ എഴുതണം. ഫൈൻ. പക്ഷേ നെഗറ്റീവ് പാർട്ടാണ് നമ്മുടെ കോർഡിനേഷൻ സ്ഫിയർ എന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റലിന്റെ പേരിന്റെ കൂടെ ATE എന്ന് കൂടി ചേർക്കണം. ക്ലിയർ? അതായത് മെറ്റൽ ഇപ്പോൾ ഇവിടെ അലൂമിനിയം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും അലുമിനേറ്റ് എന്ന് നമ്മൾ പറയും. അലുമിനിയത്തിന്റെ കൂടെ ATE എന്ന് കൂടി ചേർക്കും, അലുമിനേറ്റ് എന്ന് നമ്മൾ പറയും. ക്ലിയർ? അപ്പോ ഇറ്റ് ഈസ് ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ് ATE എന്ന് ചേർത്തു. പിന്നെ നമ്മൾ പറയേണ്ടത് എന്താണ്? ഈ അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? അതിന് നമ്മൾ അലൂമിനിയം X എന്ന് കൊടുക്കുകയാണെങ്കിൽ X, ദെൻ 3 ഈ പറയുന്ന 2- ചാർജ് ഉള്ള ഓക്സൈഡോ ലിഗാൻഡുകൾ ഉണ്ട്. അപ്പോ -6 is equal to +3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ X is equal to എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് 6, സോറി +3 അല്ല -3 എന്ന് വരും അല്ലെ? -3 ആയിരുന്നു ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഈ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ X is equal to എത്രയാണ്? 6 - 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു +3 എന്ന് വരും. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് പൊട്ടാസ്യം ദെൻ ട്രൈ ഓക്സലേറ്റോ അലുമിനേറ്റ് 3 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് പറഞ്ഞു വയ്ക്കുക. ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ മെറ്റലിന്റെ പേര്, അതായത് നെഗറ്റീവ് പാർട്ടായിട്ട് കോർഡിനേഷൻ സ്ഫിയർ വരുമ്പോൾ നമ്മൾ മെറ്റലിന്റെ പേര് എഴുതുമ്പോൾ ആ മെറ്റലിന് ഏതെങ്കിലും ഒരു ലാറ്റിൻ നെയിം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ അയൺ ആയിരുന്നു എങ്കിൽ
നമ്മളതിനെ അയണേറ്റ് എന്നല്ല വിളിക്കുക, ആ ലാറ്റിൻ നെയിമിന്റെ കൂടെയാണ് നമ്മൾ ATE ചേർക്കുക. അതായത് നമ്മൾ ഫെറസ് ആണിത്, സോ ഫെറേറ്റ് എന്ന് നമ്മൾ ചേർക്കും. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് പറഞ്ഞു വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് കോമ്പൗണ്ടിലേക്ക് വരാം. സോ നെക്സ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് NiCO4 ടൈംസ് എന്നുള്ളതാണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ദാറ്റ് ഈസ് ഇവിടെ ഒരു പോസിറ്റീവ് പാർട്ടോ നെഗറ്റീവ് പാർട്ടോ ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് ഈ പറയുന്ന കോർഡിനേഷൻ സ്ഫിയർ ആസ് സച്ച് നമ്മൾ പറയും ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ചാർജ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പറയാം. അതായത് ഇവിടെ പോസിറ്റീവ് പാർട്ടോ നെഗറ്റീവ് പാർട്ടോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ആ കോർഡിനേഷൻ സ്ഫിയറിലുള്ള ലിഗാൻഡുകളുടെ പേര് എഴുതുന്നു. ഇവിടെ എത്ര ലിഗാൻഡുകളുണ്ട്? 4 ലിഗാൻഡുകളുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് വാട്ട് വി കോൾ ടെട്രാ എന്ന് നമുക്ക് പറയാം. ഇനി കാർബൺ എന്ന് പറയുന്നതാണ്, കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടുത്തെ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെ? കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം ലിഗാൻഡ് ആയിട്ട് വരുമ്പോ നമ്മൾ അതിനെ വിളിക്കുന്നത് കാർബോണൈൽ എന്നാ വിളിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി കോൾ ടെട്രാ കാർബോണൈൽ. ഓക്കെ, ഇനി നമ്മൾ മെറ്റൽ ഇവിടെ എന്താണ്? നിക്കൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെറ്റൽ. ആൻഡ് നിക്കലിന്റെ കൂടെ ATE ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? പോസിറ്റീവ് പാർട്ടായിട്ടോ ന്യൂട്രൽ ആയിട്ടോ ആണ് നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി വരിക എങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ആ മെറ്റലിന്റെ കൂടെ ATE ചേർക്കില്ല. നെഗറ്റീവ് പാർട്ടായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുക? ATE എന്ന് ചേർക്കുക. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ നിക്കൽ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താ? മെറ്റൽ. സോ നമ്മൾ നിക്കൽ, ദെൻ ആ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി എഴുതണം, അല്ലെ? ടെട്രാ കാർബണിൽ നിക്കൽ, ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കി നിങ്ങൾ, ഇവിടെ മൊത്തം ഈ കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ന്യൂട്രൽ കോമ്പൗണ്ട്, അല്ലെ? ഇനി കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബോണൈൽ ലിഗാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അതൊരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അപ്പോ ഈ 4 കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിലും എന്തായിരിക്കും ചാർജ് വരിക? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിക്കലിന്റെ ചാർജ് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇസ് ഈക്വൽ ടു 0 എന്ന് വരും, അല്ലെ? അപ്പോ നമ്മൾ പറയും ഈസ് നിക്കൽ 0 എന്നുള്ളതാണ് ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര്. അപ്പോ പോസിറ്റീവ് പാർട്ടായിട്ട് എങ്ങനെയാണ് പേര് എഴുതുക എന്ന് പഠിച്ചു. നെഗറ്റീവ് പാർട്ട് വന്നാൽ എങ്ങനെ പേര് എഴുതാമെന്ന് പഠിച്ചു. ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പേര് എഴുതാം എന്ന് പഠിച്ചു. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഒരു ചീലേറ്റിംഗ് ലിഗാൻഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പേരെഴുതുക? സിമ്പിൾ ആണ്. അതായത് ഈ ഒരു കോംപ്ലക്സ് നോക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് കോംപ്ലക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊബാൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു കോംപ്ലക്സ് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് വാട്ട് വി കോൾ ഈൻ എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ എഥിലീൻ ഡയമീൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ലിഗാൻഡ് എന്ന് പറയുക. സോ എത്ര എഥിലീൻ ഡയമീൻ ഉണ്ട് അവിടെ? 3 എഥിലീൻ ഡയമീൻ ഉണ്ട്. ഓക്കെ, ദെൻ സൾഫേറ്റ് അയോൺ SO4 അയോൺ ആണ് എന്ത് വരിക? അവിടുത്തെ കൗണ്ടർ പാർട്ട് ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ അയോണൈസേഷൻ സ്ഫിയറിൽ വരിക. അത് 3 സൾഫേറ്റ് അയോൺസുമാണ് ഉള്ളത്. ഓക്കെ, എന്തുകൊണ്ട് ഈ ഒരു കോംപ്ലക്സിനെ ഞാൻ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെയിമിംഗ് പറയാൻ നേരത്ത് എന്തുകൊണ്ട് ഇതിനെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഫീച്ചർ ഉണ്ട്, വേറെ ഒന്നുമല്ല. അതായത് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യണം? പോസിറ്റീവ് പാർട്ടിന്റെ പേര് എഴുതണം, അതിനുശേഷം നെഗറ്റീവ് പാർട്ടിന്റെ പേര് എഴുതണം. അപ്പോ നമുക്കറിയാം ഇവിടെ SO4 അയോൺസ് ആണ് നമ്മുടെ കൗണ്ടർ പാർട്ടായിട്ട് വരിക. അത് 3 എണ്ണം ഉണ്ട്, അല്ലെ? അപ്പോ പോസിറ്റീവ് പാർട്ടിലാണോ നെഗറ്റീവ് പാർട്ടിലാണോ കോർഡിനേഷൻ എൻറ്റിറ്റി വരിക? ഒബ്വിയസ്ലി കോർഡിനേഷൻ എൻറ്റിറ്റി വരുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ വാട്ട് യു കോൾ പോസിറ്റീവ് പാർട്ടിലാണ് നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി വരിക, അല്ലെ? അപ്പൊ ഈ ഒരു കോംപ്ലക്സ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ഒരു കോംപ്ലക്സിൽ SO4 സൾഫേറ്റ് അയോൺസ് അത് 2 എണ്ണമുണ്ട്, അല്ലെ? 3 എണ്ണമുണ്ട്. 3 സൾഫേറ്റ് അയോൺസ് ഇവിടെ ഉള്ളത്. ഇവിടെ മൊത്തമുള്ള ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ചാർജ് ആയിരിക്കും. ഫൈൻ. പക്ഷേ നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, അല്ലെ? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ മൊത്തം ചാർജിനെ, അതായത് -6 ചാർജിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ കോർഡിനേഷൻ എൻറ്റിറ്റി 2 എണ്ണമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും, അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ എത്രയാ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ആർക്ക് വരിക? ഈ കോർഡിനേഷൻ എൻറ്റിറ്റിക്ക് വരിക. ഓക്കെ, അതായത് നമ്മൾ ഈ കോർഡിനേഷൻ എൻറ്റിറ്റി ഒന്നുകൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൊബാൾട്ട് ആണ്. ദെൻ ഞാൻ ഈൻ എന്നങ്ങ് എഴുതുകയാണ്. അതായത് ഈ പറഞ്ഞ എഥിലീൻ ഡയമീൻ മോളിക്യൂളിനെ ഈൻ എന്ന് എഴുതുകയാണ്. ദെൻ 3 എഥിലീൻ ഡയമീൻ മോളിക്യൂൾസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾ എത്രയാണ്?
2 ഉണ്ട്. ദെൻ SO4 നമ്മൾ പറയും എന്താണ് 2 മൈനസ് ചാർജ് ഉള്ളത്, ഈ പറഞ്ഞ പോലെ 3 എണ്ണം ഉണ്ട് എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ആദ്യം പോസിറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഏതാണ്, നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി ആണ്. നമുക്ക് ആ പോസിറ്റീവ് പാർട്ടിന്റെ പേര് എഴുതണം. അപ്പൊ പോസിറ്റീവ് പാർട്ടിന്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ പറയും ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലിഗാൻഡ് ഏതാണോ ആ ലിഗാൻഡിന്റെ പേര് നമ്മൾ പറഞ്ഞു വെക്കും. സോ ലിഗാൻഡ് ഇവിടെ എന്താണ്, എഥിലീൻ ഡയമീൻ ആണ്. അപ്പോൾ 3 എഥിലീൻ ഡയമീൻ മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ സാധാരണ പറയുക ട്രൈ എഥിലീൻ ഡയമീൻ എന്നാണ് അല്ലെ. പക്ഷെ ഇവിടെയാണ് അവിടെ ഒരു അഡീഷണൽ ഫീച്ചർ ഉള്ളത്, വേറെ ഒന്നുമല്ല. അതായത് ഇറ്റ് ഈസ് ട്രൈ എഥിലീൻ ഡയമീൻ. കാരണം ഓൾറെഡി ആ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ലിഗാൻഡിന്റെ പേര് പറയുമ്പോൾ അവിടെ ഒരു ഡൈ എന്ന് പറയുന്ന ഒരു നെയിം ഉള്ളത് കൊണ്ട്, എഥിലീൻ ഡയമീൻ എന്നുള്ളതിൽ ആ ഡൈ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ എണ്ണം കാണിക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുക ട്രിസ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പൊ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ട്രൈ നമ്മൾ ട്രിസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, എഥിലീൻ ഡയമീനിൽ ഓൾറെഡി ഡൈ എന്ന് പറയുന്ന ഒരു പേരുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പോ നമ്മൾ പറയും ഈ ഒരു കോമ്പൗണ്ട് പേരെന്താ വരിക, ഇറ്റ് ഈസ് ട്രിസ്. ഈ കോർഡിനേഷൻ എൻറ്റിറ്റിയുടെ പേരെന്താ വരിക, ട്രിസ്. പിന്നെന്താണ്, എഥിലീൻ ഡയമീൻ, എഥിലീൻ ഡയമീൻ. പിന്നെ കോബാൾട്ട്, കോബാൾട്ട്. കാരണം പോസിറ്റീവ് പാർട്ട് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ കൊബാൾട്ട് എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലെ. സോ കൊബാൾട്ട്. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നതിന് +3 ചാർജ് വരിക. എഥിലീൻ ഡയമീൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൊബാൾട്ടിന്റെ ചാർജ് എത്രയായിരിക്കും വരിക, ഇറ്റ് ഈസ് വാട്ട് ഈക്വൽ +3 ആണ്. അപ്പൊ കൊബാൾട്ട് 3 അല്ലെ, കൊബാൾട്ട് 3. ഇനി നിങ്ങൾ നോക്കുക ഇവിടെ സൾഫേറ്റ് അയോൺസ് ആണുള്ളത് അല്ലെ. അപ്പോ കൊബാൾട്ട് 3 എന്താണ്, സൾഫേറ്റ് എന്ന് നമ്മൾ പറയും. So this is what we call the compound is. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ളതിൽ പറഞ്ഞു വെക്കുക. ഇനി കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ എണ്ണം ഐസോമറുകളെ കൂടുതൽ എണ്ണം ഈ പറയുന്ന നെയിമിങ്ങുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ നോമൻക്ലേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ കാണിക്കുന്ന മറ്റൊരു ഫീച്ചറിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഐസോമെറിസം എന്നുള്ളത്. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ പൊതുവെ കാണിക്കുന്ന ഒരു ഫീച്ചറാണ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഐസോമെറിസം. നമുക്കറിയാം, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ഐസോമെറിസം എന്താണെന്നുള്ളത്. ദാറ്റ് ഈസ് ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവയുടെ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അവയുടെ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായെന്നുണ്ടെങ്കിൽ, അതായത് സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഇൻ ദെയർ പ്രോപ്പർട്ടീസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞു വെക്കുക. ദാറ്റ് ഈസ് വാട്ട് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഇൻ ദിസ് സ്ലൈഡ് ഇറ്റ്സെൽഫ്. അതായത് കോമ്പൗണ്ട്സ് which that have same composition but different structural arrangement. Okay, അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്താ, വി കോൾ ഇറ്റ് ആസ് ഐസോമേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. There are 2 types of isomerism നമ്മൾ പറഞ്ഞു വെക്കാറുണ്ട്. ഒന്ന് സ്റ്റീരിയോ ഐസോമറിസവും വേറൊന്ന് സ്ട്രക്ചറൽ ഐസോമറിസവും. ഓക്കെ, സോ എന്താണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോണ്ട് അറ്റാച്ച്മെന്റിൽ വേരിയേഷൻ ഉള്ള ഐസോമറുകൾ ബോണ്ട് അറ്റാച്ച്മെന്റിലാണ് വേരി ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു വെക്കുക. ഇനി എന്താണ് സ്റ്റീരിയോ ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ലിഗാൻഡുകളുടെ ഓറിയന്റേഷൻസിന് ഡിഫറൻസ് ഉണ്ടായെന്നുണ്ടെങ്കിൽ, അതായത് അതിന് 3 ഡയമെൻഷണൽ ഓറിയന്റേഷൻസിലാണ് ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ, സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിലാണ് ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്ട്രക്ചറൽ ഐസോമേഴ്സും വേറൊന്ന് സ്റ്റീരിയോ ഐസോമേഴ്സും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക സ്ട്രക്ചറൽ ഐസോമറിസത്തെ കുറിച്ചാണ്. സോ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ കാണാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഒന്ന് അയോണൈസേഷൻ ഐസോമറിസം കാണപ്പെടാറുണ്ട്, വേറൊന്ന് ഹൈഡ്രേറ്റ് ഐസോമറിസം കാണപ്പെടാറുണ്ട്, വേറൊന്ന് കോർഡിനേഷൻ ഐസോമറിസം കാണപ്പെടാറുണ്ട്, വേറൊന്ന് ലിങ്കേജ് ഐസോമറിസം കാണാറുണ്ട്, അതുപോലെ പോളിമറൈസേഷൻ ഐസോമറിസം കാണാറുണ്ട്, ലിഗാൻഡ് ഐസോമറുകൾ ഉണ്ടാവാറുണ്ട്. സോ ഇത്രയും ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞു വയ്ക്കുക.
ഓക്കെ, 1 to 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് വാട്ട് വി കോൾ അയോണൈസേഷൻ ഐസോമറിസം എന്നുള്ളത്. സോ എന്താണ് അയോണൈസേഷൻ ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് എക്സാമ്പിൾസ്, ഈ രണ്ട് കോമ്പൗണ്ടുകൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വെച്ചുകൊണ്ട് അയോണൈസേഷൻ ഐസോമറിസത്തെ കുറിച്ച് പഠിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും കേസിൽ ഇതിലുള്ള ആറ്റങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് എല്ലാത്തിലും ഉള്ളത് സെയിം ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളാണ്. അതായത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ക്രോമിയം ഉണ്ട് മെറ്റലായിട്ട്, അതുപോലെ ഒരു സൾഫേറ്റ് അയോൺ ഉണ്ട്, ഒരു അമോണിയ ലിഗാൻഡ് 5 എണ്ണം ഉണ്ട്, 5 അമോണിയ മോളിക്യൂൾ ഇതിനകത്തുണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലോറിഡോ അല്ലെങ്കിൽ ഒരു ക്ലോറിൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രോമിയം, ക്ലോറിൻ, അമോണിയ 5 എണ്ണം, സൾഫേറ്റ്, ഇങ്ങനെ തന്നെയാണ് ഈ പറയുന്ന ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. പക്ഷേ നമ്മളിതാ ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ അയോണൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് വാട്ടറിൽ നിങ്ങൾ ഇതിനെ ഇമേഴ്സ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോ അയോണൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അയോൺസിന്റെ നേച്ചറിൽ ഡിഫറൻസ് ഉണ്ടായെങ്കിൽ, രണ്ട് കോമ്പൗണ്ടുകൾ അയോണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയോൺസിന്റെ നേച്ചറിന് ഡിഫറൻസ് ഉണ്ടായെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് അയോണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു കോമ്പൗണ്ട് അയോണൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇതിന്റെ കോർഡിനേഷൻ സ്ഫിയർ എന്താണ്? കോർഡിനേഷൻ സ്ഫിയർ Cr then SO4 അല്ലെ, ലിഗാൻഡ് കോർഡിനേഷൻ എന്റിറ്റിയിലുള്ളതാണ്. then NH3 5 times. ഇത്രയും ഈ പറഞ്ഞ പോലെ കോർഡിനേഷൻ സ്ഫിയർ ആണ്. അതുപോലെ ക്ലോറിഡോ അല്ലെങ്കിൽ ക്ലോറിൻ, ക്ലോറൈഡ് എന്ന് പറയുന്നത് അതിന്റെ അയോണൈസേഷൻ സ്ഫിയർ ആണ്. അപ്പോൾ ഈ പറയുന്ന കോമ്പൗണ്ട് അയോണൈസ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ ഫേസിൽ കാണപ്പെടുക Cl- എന്ന് പറയുന്ന ഒരു അയോൺ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ കോർഡിനേഷൻ എൻറ്റിറ്റി ആസ് സച്ച് പ്ലസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ സൊല്യൂഷൻ ഫേസിൽ ഈ പറയുന്ന നമ്മൾ ആദ്യം എഴുതിയ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ഈ പറയുന്ന ക്ലോറൈഡ് അയോണിനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ബിക്കോസ് ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് കമ്പോണന്റുകൾ മുഴുവൻ എവിടെയാണ്? അതിന്റെ കോർഡിനേഷൻ എൻറ്റിറ്റിയിലാണ്. അത് ആസ് സച്ച് സൊല്യൂഷൻ ഫേസിൽ നിൽക്കുകയും ചെയ്യും. ഇനി ഇതേ കെമിക്കൽ ഫോർമുലയുള്ളത് ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ അയോണൈസ് ചെയ്യുന്നു വിചാരിക്കുക, അതായത് നമ്മൾ സൊല്യൂഷൻ ഫേസിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നു വിചാരിക്കുക. സോ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ദാറ്റ് ഈസ് Cr, ഇവിടെ Cl എന്ന് പറയുന്നത് ക്ലോറിഡോ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മെറ്റലിന്റെ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കോർഡിനേഷൻ എൻറ്റിറ്റിയിലുള്ള ഒരു കമ്പോണന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ NH3 ഇവിടെ എത്രയുണ്ട്? 5 times ഉണ്ട് അല്ലെ. ആൻഡ് ഇതിന്റെ അയോണൈസേഷൻ സ്ഫിയറിലുള്ളത് ഏതാണ്? ദാറ്റ് ഈസ് വാട്ട് വി കോൾ SO4 2- അയോൺസ് ആണ്. അപ്പോ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ സൊല്യൂഷൻ ഫേസിലേക്ക് വരുന്ന അയോൺ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ സൾഫേറ്റ് അയോൺ ആണ് എന്ത് ചെയ്യുക? സൊല്യൂഷൻ ഫേസിലേക്ക് വരിക. ആൻഡ് ഈ ഒരു എൻറ്റിറ്റി എന്താണ്? ആസ് സച്ച് നമ്മുടെ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും ആസ് വാട്ട് 2+ ചാർജ് ആയിട്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഈ പറയുന്ന രണ്ട് കോമ്പൗണ്ടുകളുടെയും കെമിക്കൽ ഫോർമുല സെയിം ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ക്ലോറൈഡ് അയോൺസിന് വേണമെങ്കിൽ AgNO3 ഉപയോഗിച്ച്, സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സിൽവർ ക്ലോറൈഡ് ആക്കി പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അതായത് കറസ്പോണ്ടിംഗ്ലി ക്ലോറൈഡ് അയോൺസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഈ പറഞ്ഞ ഫസ്റ്റ് കോമ്പൗണ്ടിലുണ്ട്. വിച്ച് മീൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺ എന്ന് പറയുന്നത് Cl- അയോൺ ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനെ വേണമെങ്കിൽ ബേരിയം ക്ലോറൈഡ് ഉപയോഗിച്ച് BaCl2 ഉപയോഗിച്ചിട്ട് ബേരിയം സൾഫേറ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം? പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വിച്ച് മീൻസ് ഈ ഒരു കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺ എന്ന് പറയുന്നത് സൾഫേറ്റ് അയോൺ ആണ്. സോ ഈ രണ്ട് കോമ്പൗണ്ടുകളും സൊല്യൂഷൻ ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ നേച്ചറിൽ ഡിഫറൻസ് ഉണ്ടായെങ്കിൽ എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം ദിസ് കംസ് അണ്ടർ വാട്ട്? അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ കോർഡിനേഷൻ സ്ഫിയറിലും അയോണൈസേഷൻ സ്ഫിയറിലുമുള്ള ആറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐസോമറിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു വയ്ക്കുക. ക്ലിയർ? ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഐസോമറിസത്തിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ കോർഡിനേഷൻ ഐസോമറിസം എന്നുള്ളത്. എന്താണ് ഈ കോർഡിനേഷൻ ഐസോമറിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓർക്കേണ്ടത് എങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് കോർഡിനേഷൻ ഐസോമറിസം കാണിക്കുക? ദാറ്റ് ഈസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ പറഞ്ഞതുപോലെ ഒരു കോംപ്ലക്സിൽ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും കോർഡിനേഷൻ എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ ഈ ഒരു കോംപ്ലക്സ് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ CONH3 6 times എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ CrCN 6 times എന്ന് പറയുന്ന മറ്റൊരു കോർഡിനേഷൻ എൻറ്റിറ്റി ഉണ്ട്.
അപ്പോൾ ഈ രണ്ട് കോർഡിനേഷൻ എൻറ്റിറ്റിയാണ് എന്ത് ചെയ്യുക, ഈ ഒരു കോംപ്ലക്സിനെ ഫോം ചെയ്യുക. അതായത് പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ഇത് തന്നെയാണ് നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, കൊബാൾട്ടിന് ചുറ്റുമുള്ള ലിഗാൻഡുകൾ എന്ന് പറയുന്നത് അമിനോ ലിഗാൻഡുകളാണ്. അതായത് 6 അമിനോ ലിഗാൻഡുകളാണ് കൊബാൾട്ടിന് ചുറ്റും ഉണ്ടാവുക. ആൻഡ് ക്രോമിയത്തിന് ചുറ്റും ഈ കോംപ്ലക്സിലുള്ളത് 6 CN- ലിഗാൻഡുകളാണ്, സയനിഡോ ലിഗാൻഡുകളാണ്. ഫൈൻ. ഇനി ഇതേ കെമിക്കൽ ഫോർമുലയുള്ള മറ്റൊരു കോമ്പൗണ്ട്, മറ്റൊരു കോർഡിനേഷൻ ഐസോമർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൽ നിങ്ങൾ നോക്കുക, ഇവിടെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുക നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി തന്നെയാണ്. പക്ഷേ ഈ ക്രോമിയത്തിന് ചുറ്റും ഇവിടെയുള്ളത് ആക്ച്വലി എന്താണ്, ഈ പറഞ്ഞതുപോലെ CN- അല്ല, പകരം എന്താണ് അമിനോ ലിഗാൻഡും. ആൻഡ് കൊബാൾട്ടിന് ചുറ്റും ഇവിടെ ഉള്ളത്, അതായത് കൊബാൾട്ടിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ലിഗാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞ അമിനോ ലിഗാൻഡ് ആണെങ്കിൽ ഇവിടെ എന്താണ് CN- ലിഗാൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റലിന് ചുറ്റുമുള്ള ലിഗാൻഡുകളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. മെറ്റലിന് ചുറ്റുമുള്ള ലിഗാൻഡുകൾ ഡിഫറെന്റ് ആവുന്നു. അതായത് രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ടുകളിൽ മെറ്റലിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന ലിഗാൻഡുകളുടെ നേച്ചറിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഐസോമറിസം അല്ലെങ്കിൽ ആ കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐസോമറിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു വെക്കുക. ക്ലിയർ? അപ്പോൾ കോർഡിനേഷൻ ഐസോമറിസം കാണിക്കുക എങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. എങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ കോർഡിനേഷൻ എൻറ്റിറ്റി വരുന്ന കോമ്പൗണ്ടുകളാണ് എന്ത് കാണിക്കുക, കോർഡിനേഷൻ ഐസോമറിസം കാണിക്കുക. ക്ലിയർ? ഇത്രയുമാണ് ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള അയോണൈസേഷൻ ആൻഡ് കോർഡിനേഷൻ ഐസോമറിസം നമ്മൾ പറഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്ത 2-3 ടൈപ്പ് ഓഫ് ഐസോമറിസം കൂടിയുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും.